നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് മാസം 21 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്ത് നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. അപ്പൊ സംസ്ഥാനത്ത് നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ചോദിച്ചാൽ ഏതാണ്? കുമ്പിച്ചൽ കടവ് പാലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഒഡീഷയിലെ ചാന്ദിപ്പൂർ സംയോജിത കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. അപ്പൊ അടുത്തിടെ ഒഡീഷയിലെ ചാന്ദിപ്പൂർ സംയോജിത കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ചോദിച്ചാൽ ഏതാണ്? അഗ്നി 5. നെക്സ്റ്റ്, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ മുഖ്യ അതിഥിയാണ് മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ മുഖ്യാതിഥി ചോദിച്ചാൽ ആരാണ്? മോഹൻലാൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മ. രാജസ്ഥാൻ സ്വദേശിനിയായ മണിക വിശ്വകർമ്മയാണ് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ യുറാനസിനെ ചുറ്റുന്ന പുതിയ ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേരാണ് S/2025 U1. അപ്പൊ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ യുറാനസിനെ ചുറ്റുന്ന പുതിയ ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് ഏതാണ്? S/2025 U1 എന്നാണ്. നെക്സ്റ്റ്, വിശ്വസുന്ദരിപ്പട്ടം മത്സരത്തിൽ പാലസ്തീനെ പ്രതിനിധാനം ചെയ്യുന്ന ആദ്യ വനിതയാണ് നദീൻ അയൂബ്. വിശ്വസുന്ദരിപ്പട്ടം മത്സരത്തിൽ പാലസ്തീനെ പ്രതിനിധാനം ചെയ്യുന്ന ആദ്യ വനിത ചോദിച്ചാൽ ആരാണ്? നദീൻ അയൂബ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോളിവുഡ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിതയാണ് ശ്വേതാ മേനോൻ. അപ്പൊ മോളിവുഡ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിത ചോദിച്ചാൽ ആരാണ്? ശ്വേതാ മേനോൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂപ്പർമാൻ 1ലും 2ലും വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിനെ അനുസരണാക്കിയ ഈയിടെ അന്തരിച്ച വ്യക്തിയാണ് ടെറൻസ്. അപ്പൊ സൂപ്പർമാൻ 1ലും 2ലും വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിനെ അനുസരണമാക്കിയ വ്യക്തി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ടെറൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ സ്മാർട്ട് ഡ്രാഗൺ 3 റോക്കറ്റിൽ ഗീലി 04 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. അപ്പൊ 2025 ഓഗസ്റ്റിൽ സ്മാർട്ട് ഡ്രാഗൺ 3 SD3 റോക്കറ്റില് ഗീലി 4 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ് ഗീലി 4 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ നമ്രത ബത്ര ഏത് കായിക ഇനത്തിലാണ് മെഡൽ നേടിയത്? വുഷുവിലാണ് മെഡൽ നേടിയത്. അപ്പൊ ലോക ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ വ്യക്തി ചോദിച്ചാൽ ആരാണ്? നമ്രത ബത്രയാണ്. നമ്രത ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വുഷുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാണ്? പ്രിയംവദ ജയകുമാർ. അപ്പൊ MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാണ്? പ്രിയംവദ ജയകുമാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡറുകൾക്കായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയാണ് സുഭദ്ര. അപ്പൊ ട്രാൻസ്ജെൻഡറുകൾക്കായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? സുഭദ്ര. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഓണ്ട സിമാരിയ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ബീഹാറിലാണ്. അപ്പൊ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഓണ്ട സിമാരിയ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ബീഹാറിലാണ് ഓണ്ട സിമാരിയ പാലം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച പീരുമേട് MLA ആണ് വാഴൂർ സോമൻ. അപ്പൊ അടുത്തിടെ അന്തരിച്ച പീരുമേട് MLA ചോദിച്ചാൽ ആരാണ്? വാഴൂർ സോമൻ ആണ്.
നെക്സ്റ്റ് അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ സൗമ്യനായ ജഡ്ജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് കാപ്രിയോ. അമേരിക്കയാണ് സ്വദേശം. അപ്പൊ ലോകത്തിലെ സൗമ്യനായ ജഡ്ജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് കാപ്രിയോ. അദ്ദേഹം ഈയിടെ എന്ത് ചെയ്തു, മരിച്ചുപോയി. അപ്പൊ അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ സൗമ്യനായ ജഡ്ജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് കാപ്രിയോ. അമേരിക്ക സ്വദേശിയാണ്. നെക്സ്റ്റ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് അജയ് സിംഗ്. അപ്പൊ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? അജയ് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ ആരാണ്? മധ്യപ്രദേശ്. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിൽ ജേതാക്കളായത് ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 10 സ്വർണം 3 വെള്ളി 5 വെങ്കലം ഉൾപ്പെടെ 18 സ്വർണത്തോടെയാണ് മധ്യപ്രദേശ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിലെ ജേതാക്കൾ ചോദിച്ചാൽ മധ്യപ്രദേശിന് 18 മെഡലുകളാണ് ലഭിച്ചത്. 10 സ്വർണം 3 വെള്ളി 5 വെങ്കലം. രണ്ടാം സ്ഥാനം ഏതിനാണ്? ഒഡീഷയ്ക്കായിരുന്നു രണ്ടാം സ്ഥാനം. 4 സ്വർണം 5 വെള്ളി 1 വെങ്കലം ഉൾപ്പെടെ 10 മെഡലുകളാണ് ഒഡീഷ നേടിയത്. അപ്പം 4 സ്വർണം 5 വെള്ളി 1 വെങ്കലം ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഒഡീഷ രണ്ടാം സ്ഥാനത്തെത്തി. ഇതിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? മൂന്നാം സ്ഥാനമാണ്. മൂന്നാം സ്ഥാനം കേരളത്തിനാണ്. 3 സ്വർണം 1 വെള്ളി 3 വെങ്കലം ഉൾപ്പെടെ 7 മെഡലുകളോടെ മൂന്നാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? കേരളമാണ്. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? മൂന്നാം സ്ഥാനമാണ്. അതേപോലെ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് നടന്നത് എവിടെയാണ്? ശ്രീനഗർ. വേദി ചോദിച്ചാൽ ശ്രീനഗർ ആയിരുന്നു വേദി. ശ്രീനഗർ ആയിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ ശ്രീനഗർ ആയിരുന്നു. ഇതിന്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഹിമാലയൻ കിങ്ഫിഷർ ആയിരുന്നു ഇതിന്റെ ഭാഗ്യചിഹ്നം. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ ശ്രീനഗർ, ഭാഗ്യചിഹ്നം ചോദിച്ചാൽ ഹിമാലയൻ കിങ്ഫിഷർ. ഇതിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏതാണ്? മധ്യപ്രദേശ് ആണ്. ആകെ 18 മെഡലുകളോടുകൂടി ഒന്നാം സ്ഥാനം എടുത്തത് മധ്യപ്രദേശ്. 10 സ്വർണം 3 വെള്ളി 5 വെങ്കലം. രണ്ടാം സ്ഥാനം ഏതിനാണ്? ഒഡീഷയ്ക്കാണ്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് വാട്ടർ സ്പോർട്സിന് ഉള്ളത്. നെക്സ്റ്റ് 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ആര്യഭട്ട ടു ഗഗൻയാൻ ആൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നാണ്. അപ്പൊ 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താണ്? ആര്യഭട്ട ടു ഗഗൻയാൻ ആൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ്. എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയമാണ് ആര്യഭട്ട ടു ഗഗൻയാൻ ആൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. അപ്പൊ രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് ഡൽഹിയിലാണ്. ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വീഡ് ഔട്ട്. റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഓപ്പറേഷൻ വീഡ് ഔട്ട് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യനീതി വകുപ്പിന്റെ തന്മുദ്ര ക്യാമ്പയിന് കീഴിൽ യൂണിവേഴ്സൽ ഡിസബിലിറ്റി ID UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് കോഴിക്കോട്. അപ്പൊ സാമൂഹ്യനീതി വകുപ്പിന്റെ തന്മുദ്ര ക്യാമ്പയിന് കീഴിൽ യൂണിവേഴ്സൽ ഡിസബിലിറ്റി ID UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ചോദിച്ചാൽ ഏതാണ്? കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് സിയാൽ സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സമ്മിറ്റ് 2025 വേദി
കൊച്ചി. ഇപ്പോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് സിയാൻ സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സമ്മിറ്റ് 2025 വേദി ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ വേദി ടിയാൻജിൻ, ചൈന. ഇപ്പൊ 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ചൈനയിലെ ടിയാൻജിനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് FWDA പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോ എൻഡ്യൂറൻസ് യുദ്ധവിമാനമാണ് കാൽ ഭൈരവ. ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് FWDA പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോ എൻഡ്യൂറൻസ് മെയിൽ യുദ്ധവിമാനമാണ് കാൽ ഭൈരവ. മെയിലിന്റെ ഫുൾ ഫോം ആണ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോ എൻഡ്യൂറൻസ്. അപ്പൊ AI പവേർഡ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോ എൻഡ്യൂറൻസ് യുദ്ധവിമാനം ചോദിച്ചാൽ ഏതാണ്? കാൽ ഭൈരവ. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിളിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ഇളവേനിൽ വാളരിവൻ, തമിഴ്നാട് സ്വദേശിനി. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിളിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ഇളവേനിൽ വാളരിവൻ, തമിഴ്നാട് സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയിൽ ഒഫീഷ്യോ അംഗമായി നിയമിതനായ വ്യക്തിയാണ് ഇന്ദ്രാണിൽ ഭട്ടാചാര്യ. റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയിൽ ഒഫീഷ്യോ അംഗമായി നിയമിതനായ വ്യക്തിയാണ് ഇന്ദ്രാണിൽ ഭട്ടാചാര്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി നിയമിതനാകുന്ന വ്യക്തിയാണ് സെർജിയോ ഗോർ. അപ്പോൾ ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? സെർജിയോ ഗോർ. നെക്സ്റ്റ്, 2025 ഓഗസ്റ്റിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിൽ റുബെല്ല ഇല്ലാതാക്കിയതായി WHO സ്ഥിരീകരിച്ച രാജ്യമാണ് നേപ്പാൾ. അപ്പൊ 2025 ഓഗസ്റ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിൽ റുബെല്ല ഇല്ലാതാക്കിയതായി WHO സ്ഥിരീകരിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? നേപ്പാൾ ആണ്. നെക്സ്റ്റ്, ഇന്ത്യ നയിക്കുന്ന ആഗോള സംരംഭമായ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യമാണ് നേപ്പാള്. അപ്പോൾ ഇന്ത്യ നയിക്കുന്ന ആഗോള സംരംഭമായ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? നേപ്പാൾ ആണ്. നെക്സ്റ്റ്, നാഗാലാൻഡിന്റെ ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് അജയ് കുമാർ ബെല്ല. നാഗാലാൻഡിന്റെ ഗവർണറായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? അജയ് കുമാർ ബെല്ല. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ സമ്പന്നരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാമനായത് ചന്ദ്രബാബു നായിഡു. രാജ്യത്തെ സമ്പന്നരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. അപ്പോൾ രാജ്യത്തിന്റെ സമ്പന്നമായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ മുഖ്യമന്ത്രി ഏതാണ്? ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ഡയമണ്ട് ഹാർബർ FCയെ പരാജയപ്പെടുത്തിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രിയാണ് സിദിവേനി റബുക. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രിയുടെ പേരാണ് സിദിവേനി റബുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് അനീഷ് ദയാൽ സിംഗ്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? അനീഷ് ദയാൽ സിംഗ് ആണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചോദിച്ചാൽ ആരാണ്? അജിത് ഡോവൽ. അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് ചോദിച്ചാൽ ആരാണ്? അജിത് ഡോവലാണ്. എന്നാൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചോദിച്ചാൽ ആരാണ്?
അനീഷ് ദയാൽ സിംഗ് ആണ്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് അനീഷ് ദയാൽ സിംഗ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചോദിച്ചാൽ ആരാണ്? അജിത് ഡോവൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമാണ് ഫുജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം. അപ്പൊ ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലമാണ് ഫുജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം. 625 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലമാണ് ഫുജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം. 625 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കജിക്കി ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? വിയറ്റ്നാം. അപ്പൊ അടുത്തിടെ കജിക്കി ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? വിയറ്റ്നാം ആണ്. നെക്സ്റ്റ്, ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേരാണ് പരശുരാമപുരി. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് ചോദിച്ചാൽ ഏതാണ്? പരശുരാമപുരി. അപ്പൊ ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേരാണ് പരശുരാമപുരി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പുരുഷ ചെസ് ലോകകപ്പ് വേദി ചോദിച്ചാൽ എവിടെയാണ്? ഗോവ. 2025 പുരുഷ ചെസ് ലോകകപ്പ് വേദി ഗോവ. നെക്സ്റ്റ്, ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ബ്രോങ്കോ ടെസ്റ്റ്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ബ്രോങ്കോ ടെസ്റ്റ്. നെക്സ്റ്റ്, സ്കിബിഡി, ഡെലുലു, ഇൻസ്പ തുടങ്ങിയ ജൻസി പദങ്ങൾ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തിയത് കേംബ്രിഡ്ജ് ആണ്. ഇപ്പൊ സ്കിബിഡി, ഡെലുലു, ഇൻസ്പ തുടങ്ങിയ ജൻസി പദങ്ങൾ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തിയത് കേംബ്രിഡ്ജ് ആണ്. നെക്സ്റ്റ്, പ്രഥമ കേരള വയോജന കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? കെ സോമനാഥ് ആണ്. പ്രഥമ കേരള വയോജന കമ്മീഷൻ ചെയർമാനാണ് കെ സോമനാഥ്. വയോജനങ്ങൾക്കായി പ്രത്യേക കമ്മീഷൻ സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഈ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ലക്ഷ്യമിട്ട് സ്ഥാപിച്ചതാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ് ഇതിന്റെ ആസ്ഥാനം. 3 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. വയോജന കമ്മീഷൻ ചെയർമാനിന് സെക്രട്ടറിയുടെ പദവിയാണ് ഉള്ളത്. സംസ്ഥാന സെക്രട്ടറിയുടെ പദവിക്ക് തുല്യമാണ് വയോജന കമ്മീഷൻ ചെയർമാന്റെ പദവിയും. പ്രഥമ കേരള വയോജന കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? കെ സോമനാഥ് ആണ്. വയോജന നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക സർവേയിൽ വ്യാവസായിക തൊഴിൽ വളർച്ചയിൽ മുന്നിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാട്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക സർവേയിൽ വ്യാവസായിക തൊഴിൽ വളർച്ചയിൽ മുന്നിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. നെക്സ്റ്റ്, കര നാവിക വ്യോമസേന റാം സൻവാദ് 2025 എന്ന ത്രിരാഷ്ട്ര സൈനിക സംഭാഷണത്തിന് വേദിയായ ചോദിച്ചാൽ മധ്യപ്രദേശ്. കര നാവിക വ്യോമസേന റാം സംവാദ് 2025 എന്ന ത്രിരാഷ്ട്ര സൈനിക സംഭാഷണത്തിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശ്. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യത്തെ എൻഡ്-ടു-എൻഡ് സെമി കണ്ടക്ടർ ഒസാറ്റ് ഔട്ട്സോഴ്സസ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് പൈലറ്റ് ലൈൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ എൻഡ്-ടു-എൻഡ് സെമി കണ്ടക്ടർ ഒസാറ്റ് പൈലറ്റ് ലൈൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഒസാറ്റ് എന്ന് വെച്ചാൽ ഔട്ട്സോഴ്സസ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ എൻഡ്-ടു-എൻഡ് സെമി കണ്ടക്ടർ ഒസാറ്റ് പൈലറ്റ് ലൈൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നും ആദ്യമായി കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഉഗാണ്ട. കേരളത്തിൽ നിന്നും ആദ്യമായി കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഉഗാണ്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ കാലാവസ്ഥാ പ്രവചനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നാസ രൂപകൽപ്പന ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ പേരാണ് സൂര്യ. ബഹിരാകാശ കാലാവസ്ഥാ പ്രവചനത്തെ
പരിവർത്തനം ചെയ്യുന്നതിനായി നാസ രൂപകൽപ്പന ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ പേരാണ് സൂര്യ. അടുത്ത ക്വസ്റ്റ്യൻ, സസ്റ്റൈനബിൾ പവർ 1404 എന്ന പേരിൽ നാവിക അഭ്യാസം നടത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇറാൻ. അപ്പോൾ സസ്റ്റൈനബിൾ പവർ 1404 എന്ന പേരിൽ നാവിക അഭ്യാസം നടത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇറാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഡേഷൻ ബഹുമതി ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ശക്തികുമാർ. ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഡേഷൻ ബഹുമതി ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ശക്തികുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ ധനസഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. അപ്പൊ സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ ധനസഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഹരിയാനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെ കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് രാജസ്ഥാൻ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെ കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാനഡയിലെ വാൻകൂവർ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ഞാൻ രേവതി. കാനഡയിലെ വാൻകൂവർ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ഞാൻ രേവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? ബീഹാർ. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിന്റെ വേദി ബീഹാർ. നെക്സ്റ്റ്, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ടോക്കിയോ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോയിലാണ്. നെക്സ്റ്റ്, കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനം ഏതിനാണ്? ആന്ധ്രാപ്രദേശിനാണ് രണ്ടാം സ്ഥാനം. അപ്പോൾ കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയും രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025-26 സാമ്പത്തിക വർഷപാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 7.8%. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ചോദിച്ചാൽ എത്രയാണ്? 7.8%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ടെമ്പേർഡ് ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? നോയിഡയിലാണ്. അപ്പൊ 2025 ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ടെമ്പേർഡ് ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? നോയിഡയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ ഹ്യൂമൻ സേഫ്റ്റി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് കോഹിമ. കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ ഹ്യൂമൻ സേഫ്റ്റി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് നാഗാലാൻഡിന്റെ തലസ്ഥാനമായ കോഹിമ. രണ്ടാം സ്ഥാനം ഏതാണ്? വിശാഖപട്ടണം. വിശാഖപട്ടണമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് ഒഡീഷയിലെ ഭുവനേശ്വറാണ്. മൂന്നാം സ്ഥാനം ഭുവനേശ്വറിനാണ്. അപ്പൊ കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ ഹ്യൂമൻ സേഫ്റ്റി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ചോദിച്ചാൽ ഏതാണ്? കോഹിമ. രണ്ടാം സ്ഥാനം വിശാഖപട്ടണത്തിനും മൂന്നാം സ്ഥാനം ഭുവനേശ്വറിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി
മേപ്പാടി തുരങ്കപാത മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2025 ഓഗസ്റ്റ് 31-നാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാതയും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയുമായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 31-നാണ്. 8.73 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ തുരങ്കപാതയ്ക്കുള്ളത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയതുമായ തുരങ്കപാതയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 31-നാണ്. ഈ പാതയുടെ ദൈർഘ്യം ചോദിച്ചാൽ എത്രയാണ്? 8.73 കിലോമീറ്റർ ആണ് ഈ തുരങ്കപാതയുടെ ദൈർഘ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോത്രകാര്യ മന്ത്രാലയം ഗോത്ര ഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ട്രാൻസ്ലേറ്റർ ആണ് ആദിവാണി. ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോത്രകാര്യ മന്ത്രാലയം ഗോത്ര ഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ട്രാൻസ്ലേറ്റർ ആണ് ആദിവാണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യാന്തര നാണയ നിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഊർജിത് പട്ടേൽ. രാജ്യാന്തര നാണയ നിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഊർജിത് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസ് സംരംഭത്തിലൂടെ വിക്ഷേപിക്കുന്ന ഓസ്ട്രേലിയയുടെ ആദ്യത്തെ മൂൺ റൂവർ ആണ് റൂവർ. നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസ് സംരംഭത്തിലൂടെ വിക്ഷേപിക്കുന്ന ഓസ്ട്രേലിയയുടെ ആദ്യത്തെ മൂൺ റോവറിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? റൂവർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവാദ ഫോൺ സംഭാഷണത്താൽ പുറത്താക്കപ്പെട്ട തായ്ലൻഡ് പ്രധാനമന്ത്രിയാണ് പയോതുങ്ടാൻ ഷിനവത്ര. വിവാദ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്താക്കപ്പെട്ട തായ്ലൻഡ് പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? പയോതുങ്ടാൻ ഷിനവത്ര. അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. വില്ലേജ് ബോട്ട് ക്ലബിന്റെ ക്ലബ്ബ് ചോദിച്ച വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടനാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായത്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടത്തിനാണ്. അപ്പൊ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ചോദിച്ചാൽ ഏതാണ്? വിയ്യപുരം ചുണ്ടനാണ്. ക്ലബ്ബ് ചോദിച്ചാൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ്. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ തുഴഞ്ഞ വിയ്യപുരം ചുണ്ടനാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനത്തെത്തിയത്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടനായിരുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.